തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെട്രോൾ ഡീസൽ വില വൻതോതിൽ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 8 രൂപ മുതൽ 10 രൂപ വരെ കുറഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം. അന്തിമ തീരുമാനം ഉടനുണ്ടാകും. അർജുൻ പീതാംബരൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പുതുമകളൊന്നും തന്നെയില്ല. കാരണം എല്ലാ തവണയും പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഇന്ധനവില കുറയ്ക്കുന്നതാണ്. പക്ഷേ ഇക്കുറി ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാരണം 8 രൂപ മുതൽ 10 രൂപ വരെ കുറയ്ക്കും എന്നുള്ളതാണ്. എപ്പോഴാണ് ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക? സേതു, തീർച്ചയായിട്ടും പുതുവത്സര സമ്മാനമായി തന്നെ കേന്ദ്രം ഈ ഒരു പ്രഖ്യാപനം പുറത്തിറക്കാൻ തന്നെയാണ് സാധ്യത. ഈ വർഷാവസാനം പെട്രോൾ ഡീസൽ വില വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ഉൾപ്പെടെ NDAയെ പഴിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എതിർക്കുന്ന ഒരു കാര്യം വിലക്കയറ്റം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതിനെതിരെ വലിയ ഒരു നടപടി എടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 8 രൂപ മുതൽ 10 രൂപ വരെ വലിയ ഒരു തുകയാണ് അത് വെട്ടിക്കുറക്കുക എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. നിലവിൽ ഇതിൻ്റെ അന്തിമഘട്ട തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ എണ്ണ വ്യാപാര കമ്പനികൾക്കാണ് പ്രതിദിന വില നിശ്ചയിക്കാനുള്ള ഒരു അധികാരമുള്ളത്. പക്ഷേ ഏറെ നാളുകളെ തന്നെ അധികാരം അവർ ഉപയോഗിക്കുന്നില്ല. മറിച്ച് കേന്ദ്ര സർക്കാർ തന്നെയായിരുന്നു ഈ എണ്ണ വിലയുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിരുന്നത്. അത്തരത്തിൽ ഇപ്പോൾ ഈ എണ്ണ വ്യാപാര കമ്പനികൾക്ക് മുകളിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ ഈ വില വെട്ടിച്ചുരുക്കാനായിട്ട് 8 മുതൽ 10 രൂപ വരെ വെട്ടിച്ചുരുക്കാൻ വേണ്ടി വലിയൊരു സമ്മർദ്ദം തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പുറത്തു നിന്നും ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തത് ശരാശരി ഒരു $93 എന്നുള്ളൊരു നിരക്കിനായിരുന്നു. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2022-23 സാമ്പത്തിക വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് $90 കുറയാതെ തന്നെയുണ്ട്. എന്നാൽ ഡിസംബർ മാസത്തിൽ മാത്രം $77 എന്ന നിരക്കിനാണ് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഈ പെട്രോൾ ഡീസൽ വില അത് വെട്ടിക്കുറയ്ക്കുമെന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ഇന്ത്യ. ആ ഒരു രാഷ്ട്രീയ മാറ്റം തിരഞ്ഞെടുപ്പ് വരുന്നു. അതിൻ്റെ എല്ലാം തന്നെ ഒരു ചിഹ്നം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടപടികളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സൂചനയിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടായേക്കാം. ഈ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതുവത്സര സമ്മാനമായി രാജ്യത്തിന് ഈ പെട്രോൾ വില കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ശരി അർജുൻ.